ഇത് കടയാണ് ഇലക്ട്രോ മെക്കാനിക്കിന്റെ കടയാണ്. അപ്പൊ ഇടക്കിടക്ക് കസ്റ്റമർ വരുമ്പോ കട്ടാക്കും, ഒന്നും വിചാരിക്കരുത്. ഇല്ല പ്രശ്നമില്ല, പറഞ്ഞോളി. വേറെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മുസ്ലിമിന്റെ ഹദീസ് പിന്നെ ഹദ്റജിന്റെ അടുത്ത്, അതായത് അഹമ്മദ് ഹദ്റജിന്റെ അടുത്ത് മുടി ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. അതെങ്ങനെയാ പിഴവിട്ടത്? നമ്മളൊരു കുട്ടികളും വേറെ അദ്ദേഹത്തിന് വേറെ കുട്ടികളോ വേറെ ഫാമിലിയോ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന് ഒരുപാട് സന്താന പരമ്പരകളുണ്ട്. എത്രയോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ അബൂ തൽഹ അൻസാരിന്റെ കുടുംബ പരമ്പരയെ കൂടി നോക്കിയാൽ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാവും. ഇതിന് ഈ അഹമ്മദ് ഹദ്റജിക്ക് മാത്രമേ മുടി കിട്ടിയിട്ടു. അപ്പൊ ഹദ്റജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചോ? ഹദ്റജി ഫാമിലിയിൽ മുടി ഉണ്ടെന്നെങ്കിൽ അബൂ തൽഹ അൻസാരിയുടെ കയ്യിലെ തിരികേശം കൊടുക്കുകയും ഇക്ഷിമുഹു ബയാനാസ് എന്ന് പറയുകയും ചെയ്തിട്ട് ജനങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്യാൻ പറഞ്ഞത്, അല്ലാണ്ട് വീട്ടിൽ കൊണ്ടേക്കാനല്ല പറഞ്ഞത്. വിതരണം ചെയ്യണം എന്തിനാ? ഓക്കെ, പിന്നെ തിന്നാനാ കുടിക്കാനാ? എന്തിനാ വിതരണം ചെയ്യാൻ പറഞ്ഞത്? അത് ഒഴിവാക്കാനോ? ഓരോ സഹാബികൾക്കും ബർക്കത്തെടുക്കാൻ പല സഹാബികൾക്കും അത് കിട്ടി. എല്ലാവരും ബർക്കത്തെടുക്കാൻ വേണ്ടി കൊടുത്തു. അബൂ തൽഹ മാത്രം എടുത്തു വെച്ചില്ല, ബർക്കത്ത് അബൂ തൽഹക്ക് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അബൂ തൽഹയുടെ കയ്യിലും ഉണ്ടാകും ഒരു മുടി, രണ്ടു മുടി ഉണ്ടാവും. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു ഹസ്രജി ഫാമിലിപ്പെട്ട ആളാണോ? അതെ. അപ്പൊ ഹസ്രജി ഫാമിലിയിൽ മുടി ഉണ്ടോ? ഹദ്റജി ഫാമിലി, നിങ്ങൾ ചോദ്യം മനസ്സിലായിട്ടില്ല. ഏത് ഹദ്റജി ഫാമിലി? അഹമ്മദ് ഹദ്റജിന്റെ ഫാമിലിയിലാണോ? ഹസ്രജി ഫാമിലി, ഏത് ഹസ്രജി ആയാലും ഹസ്രജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്നുള്ളതിന് മുസ്ലിം ഹദീസ് തെളിവല്ലേ? അല്ല, അബൂ തൽഹ അൻസാരിയുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് മുസ്ലിമിലെ ഹദീസ് തെളിവാണ്. അബൂ തൽഹ ഹസ്രജി ഫാമിലിപ്പെട്ട ആളാണോ? അബൂ തൽഹ ഹദ്റജി ഫാമിലി പെട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ സിദ്ദീഖ് സഖാഫി ഉസ്താദെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം കയ്യിലുണ്ടെന്ന് വരുമോ? നിങ്ങൾ പൊട്ടത്തരം പറയില്ലേ? ഹസ്രജി ഫാമിലിപ്പെട്ട ആളാണോ അബൂ തൽഹ? അബൂ തൽഹ അൻസാരിയുടെ കുടുംബ പരമ്പരയിൽ പെട്ടതാണ് ഈ അഹമ്മദ് ഹദ്റജി. അല്ലേ? അപ്പൊ അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ സമ്മതിച്ചു, ഒക്കെ റെഡി, അൽഹംദുലില്ലാഹ്, നിങ്ങൾ സമ്മതിച്ചതിന് ശുക്രാൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പറഞ്ഞു അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഹസ്രജി ഫാമിലിപ്പെട്ട ആളാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഹസ്രജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്നുള്ള തർക്കമല്ലല്ലോ. അബൂ തൽഹ അൻസാരിയുടെ കയ്യിൽ മുടിയുണ്ട്. അത് നിങ്ങൾ എന്താ വൈരുദ്ധ്യം പറയില്ലേ? ഹസ്രജി ഫാമിലിപ്പെട്ട ആളല്ലേ അബൂ തൽഹ? ഞാൻ പറഞ്ഞല്ലോ, അതെ. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മുടിയുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അബൂ തൽഹ ഹസ്രജി ഫാമിലിപ്പെട്ട ആളാണോ? അതിലും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞൂടെ ഹസ്രജി ഫാമിലി മുടി ഉണ്ട് എന്നുള്ള തെളിവാണ്, ഉറപ്പല്ലേ? ഹസ്രജി ഫാമിലിന്റെ കയ്യിൽ മുടി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ജമ്മാണ്, എല്ലാ കുടുംബത്തിലും വരുന്നത്. ഹസ്രജി ഫാമിലിയിൽ മുഴുവനും മുടി ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഹസ്രജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ മുടി വരെ കുടുംബത്തിൽ മുസ്ലിമിന്റെ ഹദീസ് തന്നെ പിന്നെ അതിനെ ഉദ്ദേശിക്കുന്നത് അബൂ തൽഹ അൻസാരിയുടെ കയ്യിൽ തിരികേശമുണ്ട് എന്നുള്ളതിനാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ കയ്യിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ട് എന്ന് പറഞ്ഞൂടെ? മനസ്സിലായില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ആന, അപ്പൊ നേരത്തെ ഉദാഹരണം പറഞ്ഞ ആനയുടെ ഉദാഹരണം പറഞ്ഞു, ആന ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒരാന ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആനുണ്ട്, നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ആന ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമായി പ്രശ്നമാണോ? അത് അങ്ങ് പറഞ്ഞൂടെ? അല്ല, അതേ സമയത്ത് നമ്മളെ ഉപ്പാവും പറയാണ്, സഹോദരനും പറയാണ് നമ്മുടെ കയ്യിൽ ആന ഉണ്ടായിരുന്നു, ആന അന്നേ ചത്തുപോയി എന്ന് പറഞ്ഞാല് പിന്നെയും ആന ഉണ്ട് എന്ന് പറഞ്ഞ കള്ളത്തരല്ലേ? ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് കള്ളത്തരാണ്. അങ്ങനെ അപ്പോ ഹസ്രജി ഫാമിലിയിലുള്ള മുടി ഒഴിവായി പോയി എന്ന് ഹദീസിലോ അല്ലെങ്കിൽ കിതാബിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡി, നിങ്ങൾ പറഞ്ഞ റെഡിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പണി ഏതെങ്കിലും സഹോദരൻ അങ്ങനെ പറഞ്ഞത് സഹോദരന്റെ കയ്യിലില്ലാത്തതിന് ചിലപ്പോൾ വഹാബി ആശയക്കാരായിരിക്കും, അല്ലെങ്കിൽ ചേളാരി വിഭാഗത്തെ പോലത്തെ ഒരു വിഭാഗമായിരിക്കും അവരും. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഹസ്രജി ഫാമിലിയിൽ അപ്പൊ മുസ്ലിം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിൽ കൂടി അദ്ദേഹത്തിന് കിട്ടിയത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബ പരമ്പര അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും രണ്ടും അല്ല, നിങ്ങളെന്നെ സമ്മതിക്കുന്നില്ലേ? ഞാൻ സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? എത്ര ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്?
അല്ല നിങ്ങളല്ലേ പറയണ്ടേ അത്ര നിങ്ങൾ പറയും. നിങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞ കുടുംബം അറിയുമ്പോൾ കുട്ടിയാവും. അപ്പൊ ഒന്നല്ലാന്ന് നിങ്ങൾ പറയുന്നല്ലോ. ഈ ഹദീസൊക്കെ ഗ്യാസാക്കി അപ്പൊ നിങ്ങൾ പറയും എത്ര മുടി അബൂ തലഹത്തിൽ അൻസാരിയുടെ കയ്യിൽ നിന്ന് അഹമ്മദ് ഖദ്രജി കിട്ടി നിങ്ങൾ പറഞ്ഞു. അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഒരാളെ തലയിൽ എത്ര മുടി ഉണ്ടാവും? ഒരാളെ തലയിൽ എത്ര മുടി ഉണ്ടാവും? ഒരാളെ തലയിൽ ലക്ഷക്കണക്കിന് മുടി ഉണ്ടാവും. അപ്പൊ പിന്നെ മുടികൾ കുറെ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അപ്പൊ എത്ര മുടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുടിയെ സംബന്ധിച്ച് മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ നബിതങ്ങളുടെ മുടി തലയിൽ ആകെ ഒറ്റ മുടി ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പേരോട് അബ്രാഹിം സക്കാഫി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ തിരികേഷങ്ങൾ ഉള്ളത് പിന്നെ 34 മുടി എന്ന് പറയുന്നത് 43 ഒക്കെ പറഞ്ഞ് തെറ്റിപ്പോ ഇട്ടാവില്ല. അതൊന്നും പേരോട് അബ്രാഹിം സക്കാഫി പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ മുടി അവിടെ ഉള്ളതെന്ന് പേരോട് അബ്രാഹിം സക്കാഫി പറഞ്ഞിട്ടില്ല. അത് മറ്റേ ഫുലാൻ പറഞ്ഞതാണ്. അയാളാണ് തുർക്കിയിലാണ്. അതിനെ തിരിച്ചാൻ വേണ്ടി നോക്കിയിട്ട് പേരോട് പറഞ്ഞല്ലോ ഇവിടെയാണ് ഉള്ളത് കളവ് പറയുന്നത്. പേരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണുള്ളതെന്ന് പേരോട് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പേരോട് പറഞ്ഞത്? അത് നിങ്ങൾ കേട്ടിട്ടില്ല. അത് കേട്ട് ശരിക്കും കേട്ടിട്ട് പറയും. കേട്ടോടത്ത് തെറ്റിപ്പോയതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഖസ്റജി ഫാമിലിയിൽ മുടി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഖസ്റജി ഫാമിലിയിൽ നമ്മൾ ഉറപ്പിച്ച് പറയാൻ കാരണം ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉണ്ട് ഖസ്റജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്ന്. ആരുടെ കയ്യില്? അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ കയ്യില്. അബൂ ത്വൽഹ ഖസ്റജി ഫാമിലി പെട്ടതാണെന്നുള്ള ഒരു ചെറിയൊരു കിതാബ് മാത്രം ഉദാഹരണം പറയാ. ഫത്തുൽ ബാരിയിലുണ്ട്. ഖസ്റജി ഫാമിലിയിൽപ്പെട്ട ആളാണ് ആര്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അതിന് യാതൊരു സംശയവുമില്ല. ഇനി അതിന് എതിരായിട്ട് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കിതാബ് ഉദ്ധരിക്കണം. ഏതെങ്കിലും കിതാബ് ഉദ്ധരിച്ചിട്ട് പറയാ ഖസ്റജി ഫാമിലിയിലുള്ള മുടിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആരുടെ കയ്യിലും ഇല്ല. അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുക. ഏതെങ്കിലും കിതാബ് ഉദ്ധരിച്ചോളൂ. നിങ്ങൾ പറഞ്ഞു വരുന്ന പ്രകാരം അബൂ തൽഹ അൻസാരിയുടെ കുടുംബ പരമ്പരയിൽ കൂടി അഹമ്മദ് ഖദ്രജിക്ക് മുടി കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ കിട്ടിയതുമാവാം. നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ. അതായത് ഖസ്റജി എന്താ അല്ലാന്ന് ഖസ്റജി ഫാമിലിയിൽ അങ്ങനെ ഒരാൾ പറയാ എന്റെ കയ്യില് പിന്നെ നമ്മളെ പരമ്പരയായിട്ട് വന്നതും ഉണ്ട്, അല്ലാതെ ഞാൻ വാങ്ങിയതും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒക്കപ്പാട് അങ്ങനെ പരമ്പരയായിട്ട് വന്നെന്ന് പറയാൻ പറ്റുമോ? നോണ പറയാൻ പറ്റുമോ? വേണ്ട, എന്റെ കയ്യില് പിന്നെ പരമ്പരയായിട്ട് വന്നതും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. ഖസ്റജി ഫാമിലി അങ്ങനെ ഖസ്റജി പരമ്പരാഗതമായിട്ട് വന്നതുകൊണ്ട് അല്ലാതെ അദ്ദേഹം സൂക്ഷിപ്പുകാരനാണ്. തിരുശേഷിപ്പുകളെ സ്നേഹിക്കുന്ന ഒരാളാണ്. പല സ്ഥലങ്ങളിലും പോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ പിതാവിന്റെ കുടുംബ പരമ്പരയിൽ കൂടി എനിക്കിത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നോ? അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഖസ്റജി ഫാമിലിയിൽ മുടി ഉണ്ട് എന്ന കാര്യം സംശയമില്ലാത്തൊരു കാര്യമാണ്. സംശയം തന്നെ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പിന്നെ പോയി ചോദിക്കേണ്ട ആവശ്യം. ലോക മുസ്ലിങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ ബുഖാരി മുസ്ലിം അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഖസ്റജി ഫാമിലിയിൽ മുടി ഉണ്ടെന്നുള്ള കാര്യം. നിങ്ങളെ മർക്കത്തിന്റെ പരിപാടിക്ക് വന്നാൽ നമ്മളെ മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്താ പറ്റും അദ്ദേഹം പറഞ്ഞെന്താന്നല്ലോ, ആ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എങ്ങനെ ആ ഖദ്രജിൽ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ മർക്കത്തിന്റെ ഭാഗത്തേക്ക് വരില്ലെന്നാ പറഞ്ഞത്. എന്റെ കൂടെ എങ്ങാനും ഖദ്രജിൽ നിൽക്കുന്ന ഫോട്ടോയോ വീഡിയോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും കണ്ടാൽ എന്ന് ഞാൻ മർക്കത്തിലേക്കേ വരൂലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞേ? നിങ്ങളെ പിന്നെ മുഹമ്മദ് നിങ്ങളെ മർക്കത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികളിൽ ഒരാളുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നാടിനെടുത്ത് വരുന്നത് നിങ്ങൾക്കറിയാലോ? ആര് പറഞ്ഞു? നിങ്ങൾ പറയാം. രണ്ട് പ്രമുഖരായ ഒന്ന് വന്നത് ഇവിടെ ഈജിപ്തിന്റെ ഗ്രാൻഡ് മുഫ്തി, പിന്നെ എന്ന് വന്നത് ആരാണ്? നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ പല പ്രമുഖന്മാരും വരുന്നുണ്ട്. എല്ലാവരും പേര് ഇപ്പൊ പറയാൻ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾ വരുന്നതൊക്കെ പ്രമുഖന്മാർ തന്നെയാണ്. അങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന ആരാ പ്രമുഖരല്ലാത്ത? അറബികൾ നിങ്ങളെ ആര്യ വൈദ്യശാലയിൽ കുഴിച്ചിൽ കൊണ്ടുപോണ മാതിരി പിന്നെ ഏതെങ്കിലും അറബികളെ കൊണ്ടുവരാൻ എല്ലാ മർക്കസിൽ ചെയ്യുന്നത്. അതെ അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അലി ചുമ്മാ പറഞ്ഞത് അതിന്റെ നമുക്കൊക്കെ സംശയം ഉണ്ടാകുമ്പോൾ ഞാൻ പരിശോധന നടത്തിയാൽ മതി. പക്ഷെ അത് നിങ്ങൾ ഇതുവരെ നടത്തുന്നില്ല. അത് വേറെ വിഷയം. അതാരെ പോലെ വെളിച്ചത്തിലായ കാര്യം മർക്കസിലൊക്കെ തന്നെ വരില്ലുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആ പ്രമുഖരുടെ പേര് മൂന്നാളെ പേര് പറയുമ്പോൾ ആ പ്രമുഖരുടെ പേര് കിട്ടുന്നില്ലല്ലോ. പ്രമുഖർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മൂന്നാളെ പേര് മൂന്നാളെ പേര് പറഞ്ഞോ.
അബ്ബാസ് മാലിക്ക് വരുന്നുണ്ട്, മുഹമ്മദ് അലവി മാലിക്ക് വന്നിരുന്നു, അങ്ങനെ എത്ര ഞാൻ പറഞ്ഞത് മർക്കത്ത് സമ്മേളനം ലാസ്റ്റ് മുടി കൈമാറുന്ന സമയത്ത് മർക്കത്ത് സമ്മേളനത്തിൽ വന്നാണ്. അതാ ചോദിച്ചത്. അതിൽ അബ്ബാസ് മാലിക്ക് പിന്നെ അലവി മാലിക്ക് നേരത്തെ പറഞ്ഞ പ്രമുഖരായ ഒരുപാട് ആൾക്കാർ വന്നത്. പ്രമുഖർ ഇഷ്ടം പോലെ വരുന്നതാണ്. എന്താ കടന്നു ഉള്ളൊരു സമ്മേളനത്തിന് പ്രമുഖർ ആരൊക്കെ വന്നു നല്ല നമ്മൾ ചർച്ചയ്ക്ക് മാറ്റണ്ടല്ലോ. ഞാൻ ആ ആളെ പേരൊന്ന് ഓർമ്മ കിട്ടാത്ത ആളെ പേര് കിട്ടുമ്പോ നിങ്ങൾ പറഞ്ഞോളൂ, അപ്പൊ അതിന് മറുപടിയും പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അത് വിഷയമല്ല. അപ്പൊ നമ്മുടെ വിഷയം പിന്നെ മുസ്ലിമിന്റെ ഹദീസ് എന്റെ ഉസ്താദെ ഒരു അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് എത്രയോ തലമുറ കഴിഞ്ഞിട്ടുള്ള ഇയാളുടെ കയ്യിൽ എത്രയോ തലമുറ കഴിഞ്ഞോട്ടെ അത് നശിച്ചു പോലെ. ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, ഞങ്ങളെ വിശ്വാസം എന്താണെന്നറിയോ? ഞങ്ങളുടെ വിശ്വാസം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നീങ്ങിയാൽ മതിയല്ലോ. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ നശിക്കൂല എന്നാണ് ഒരൊറ്റ വിശ്വാസം ഞങ്ങൾക്കുള്ളത്. കത്തിച്ചാലോ കത്തിച്ചാ കത്തുവോ അത് മറ്റൊരു വിഷയം. ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞുതരാം. കത്തിച്ചാ കത്തുവോ ഇല്ല ഞാൻ ഇപ്പൊ തന്നെ പറയും. ഞാൻ അതിന്റെ മറുപടി ഇപ്പൊ തന്നെ പറയും. ഞാൻ ആ വിഷയം പൂർണ്ണാക്കിട്ട് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യനാണ്. നബി തങ്ങളുടെ ശരീരമായാലും ആധാറുകളാണെങ്കിലും അത് നശിച്ചു പോകൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആധാറുകൾ മുടിയായാലും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. അപ്പൊ ആ വിശ്വാസ പ്രകാരം ഞങ്ങൾ പറഞ്ഞ ഹസ്രജി ഫാമിലിയിൽ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കാലത്ത് തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മുടി കൊടുത്തതായിട്ടുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. അപ്പൊ അത് നശിച്ചു പോകൂല എന്നുള്ളത് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസമാണ്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ പറയാണ് അത് വ്യാജമാണ് കള്ളമാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയൂല. ഓക്കെ, ഒരു മിനിറ്റ് ഉസ്താദ്. ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആചാരങ്ങൾ നശിച്ചു പോകുകയില്ല എന്ന്. അതേ ഉസ്താദ് തന്നെ പറയും ചെയ്യുന്നു കത്തിച്ച കത്തി ചെയ്യുന്നു. കത്തിയതിന് നശിച്ചു പോയി ഉസ്താദ്. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരും. കത്തിച്ച കത്തുവോ വിഷയം തീരുമാനാക്കുക. ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം തീരുമാനമാക്കിയിട്ട് അടുത്ത വിഷയത്തിൽ കത്തിച്ച കത്തുവോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇടയ്ക്കല്ലേ അത് ഞാൻ മറുപടിയും പറഞ്ഞു തരും. പക്ഷെ അതിന് മുമ്പ് പിന്നെ ഇപ്പൊ ഹസ്രജി ഫാമിലിയിൽ മുടി ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യമല്ല ഇപ്പൊ നമ്മൾ തുടക്കത്തിലെ ചർച്ച ചെയ്തത്. അപ്പൊ ഇതില് മുസ്ലിം ലോകത്തിന് ഒരു അഭിപ്രായ വ്യത്യാസം പോലും വരാത്തക്ക രൂപത്തിലാണ് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉള്ളത്. ഖസറജി ഫാമിലിയിലും മുടി ഉണ്ട് എന്നതിന്റെ തെളിവായി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മുടി അത് വളരെ വ്യക്തമായ രൂപത്തിൽ ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉണ്ട്. അത് ഇടക്ക് വെച്ചിട്ട് ആ ഖസറജി ഫാമിലിയിൽ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ അത് നശിച്ചു പോയിന്നോ അല്ലെങ്കിൽ അത് ഒഴിവായി പോയിന്നോ ഹസ്രജി ഫാമിലി അത് ഒഴിവാക്കിയെന്നോ ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയോ? അതല്ലേ ഉസ്താദെ ഞാൻ പറഞ്ഞത്. അതേ ഹസ്രജി കുടുംബത്തിൽപ്പെട്ട ആള് പറഞ്ഞു കാലത്തോ മറ്റോ ഈ ആധുനിക ലോകത്തുള്ള ഏതെങ്കിലും ജാഹിലുകൾ പറഞ്ഞാൽ ദീനിൽ തെളിവല്ല, ദീനിൽ ഹദീസിൽ പറഞ്ഞാല് ഉസ്താദ് പറയുന്നു ആരെങ്കിലും ഉസ്താദിന്റെ ഉസ്താദായ കാന്തപുരം ഉസ്താദ് പറയുന്നു ഹദ്രജിയെ കുടുംബത്തിനെ വിശ്വസിക്കൽ പിന്നെ വളരെ നല്ല കാര്യമാണ്. അവരെ വിശ്വസിക്കാതിരിക്കൽ കുഫിയത്താണെന്നൊക്കെ ഉസ്താദിന്റെ പറയും ചെയ്യുന്നു. അപ്പൊ അതേ ഹദ്രജി കുടുംബത്തിൽപ്പെട്ട അതായത് ഔക്കാഫ് മന്ത്രിയായിരുന്ന ആ ഹദ്രജിയുടെ 2 മക്കളുടെ ഒരു മകനാ പറയുന്നത് എന്റെ പിതാവിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലാണ്. മാത്രമല്ല ഈ പിതാവ് പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആധാരങ്ങളെ കുറിച്ചൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ തന്റെ ഉസ്താദിന്റെ കൂടി ഉണ്ടെങ്കിൽ അത് എഴുതണ്ടേ? പച്ച കിതാബ് അഹമ്മദ് ഖസർജി എഴുതിയിട്ടില്ല. നോണ നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ച അങ്ങനെ വർത്താനം കേട്ടതന്നെ നിങ്ങളെ സാധുവാണ്. നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചത് കുപ്പിയിലാക്കിയതാ സംഭവം. അങ്ങനെ ഒരു കിതാബ് വിളിക്കുകയാണ് അഹമ്മദ് ഖസർജി അങ്ങനെ ഒരു കിതാബ് എഴുതിയതായിട്ട് തെളിയിച്ചാൽ പറയും പോലെ ഞാൻ കേൾക്കാം. പറഞ്ഞ് പറ്റിച്ചത് പറഞ്ഞ് കുപ്പിയിലാക്കിയതാ. അങ്ങനെ ഒരു കിതാബ് അങ്ങനെ ഖസർജി എഴുതിയിട്ടില്ല. അഹമ്മദ് ഖസർജി അങ്ങനെ കിതാബ് എഴുതി തെളിയിക്കാൻ ഇല്ല. ഇതില്ല ഇല്ല കളവ് പറയരുത്. ഇല്ല അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാ സക്കാദിസ്റ്റ ഞാൻ കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു സക്കാദിസ്ഥാണ് കിതാബ് കിതാബിന്റെ കയ്യിലുണ്ടായിരുന്നു.
എന്നുകൂടി സന്ദർഭമായിരുന്നു. അതാരോ പറഞ്ഞ് പറ്റിച്ച് പിന്നെ ഒന്ന് കുപ്പിയിലാക്കിയതാണ്. അങ്ങനെ ഒരു കിതാബ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കിതാബ് ലോകത്തില്ല. അഹമ്മദ് ഹസ്രജ് അങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പിതാവ് എഴുതിയിട്ടില്ല. തെളിയിച്ചെന്ന പറയുമ്പോൾ കേൾക്കാം. അവിടെ കേട്ടെ. അപ്പൊ ഈ നിങ്ങളൊക്കെ കേട്ടില്ലേ അസ്റാറും ആസാറും നബവി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അസ്റാറും ആസാറും നബവിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നതിന് മുമ്പ് ആ കിതാബ് കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതിയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പക്ഷെ അതിന് മുമ്പ് അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു കളവ് പറഞ്ഞു. അങ്ങനെ ഒരു കിതാബ് ഉണ്ട് എന്നുള്ളത് എവിടെ ഉണ്ട്? എവിടെ? നിങ്ങൾ പറഞ്ഞു അഹമ്മദ് ഹസ്രജി എഴുതിയെന്ന്. പിന്നെ പറഞ്ഞു അഹമ്മദ് ഹസ്രജി ഉപ്പ എഴുതിയിട്ടുണ്ട്, പിതാവ് എഴുതിയിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ തെളിയിക്കുക. അത് തെളിയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വലിയ ക്ലാസ് റൂമും ഇതൊക്കെ തുടങ്ങി അഡ്മിനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ. എന്നിട്ട് ഈ വിഷയം ഒന്നും അറിയാണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം എതിർത്തത്? നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞ് പറ്റിച്ചതാണ്. നിങ്ങൾ ഒരു പണിയെ നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ആസാറും നബവിയ എന്നുള്ള കിതാബും അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ വിഷയം അത് ആദ്യം പഠിച്ചിട്ട് ഇതിനെ സംബന്ധിച്ചൊക്കെ പഠിച്ചിട്ട് ഞാൻ ഫുള്ള് പഠിച്ചത് മുതൽ നിങ്ങൾ പഠിച്ചിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വിഭാഗത്തിൽ നിന്ന് രാജി വെച്ചിട്ട് ഇങ്ങ് വരിക. നിങ്ങൾ എവിടെ ചേർന്നതൊന്നും പറഞ്ഞില്ല. ആ വിഭാഗത്തിൽ നിന്ന് രാജി വെച്ചിട്ട് വരിക. എ മുതൽ സെഡ് വരെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് മുമ്പ് ആദ്യം സത്യം എന്താണെന്ന് അന്വേഷിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം ഇപ്പയല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? ഇതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിനെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഇറങ്ങിയിട്ടില്ലേ? ഇപ്പയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ കിതാബിന്റെ മുസന്നിഫ് ആരാന്ന് പോലും നിങ്ങൾക്ക് അറിയൂല. എന്നിട്ട് ഈ കിതാബിനെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ട്. നിങ്ങൾ കുറെ കാലമായിട്ട് ഈ ഞാൻ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നതല്ലേ? നിങ്ങൾ ക്ലാസ് റൂമിലും അവിടെയും കിതാബ് എന്നല്ല, പച്ച പകല് പോലെ വ്യക്തമായ കാര്യമാണ്. നിങ്ങൾ കുറെ കാലമായിട്ട് ക്ലാസ് റൂമിൽ കയറിയിട്ട് ഷാറു മുബാറക്കിനെ വിമർശിക്കാൻ തുടങ്ങിയിട്ട്. സത്യല്ലേ? നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്നോട് പഠിപ്പിച്ചു തരാൻ അത് നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്യാം? ആ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് നിങ്ങൾ പറയണം ഞാൻ ഇത്രയും കാലം പറഞ്ഞത് തെറ്റാണ്, അതെനിക്ക് വിവരമില്ലാതെ പറഞ്ഞു പോയതാണ് എന്നൊരൊറ്റ തവണ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എ മുതൽ സെഡ് വരെ ഈ സംഭവം മുഴുവനും ഞാൻ പഠിപ്പിച്ചു തരും. അത് പഠിച്ചതിന് ശേഷം തീരുമാനിക്കുക ഏത് വിഭാഗത്ത് പോകണം. ഞാൻ ഒറ്റ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു.